ഹായ് എല്ലാവർക്കും ലേണേഴ്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. സൗണ്ട് വേവ്സ് എന്ന ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ ഭാഗത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഈ മൂന്നാമത്തെ ഭാഗത്തിൽ രണ്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വേവ് മോഷനാണ്. രണ്ടാമത് ടൈപ്സ് ഓഫ് വേവ്. ഇത് അത്യാവശ്യം പഠിക്കാനുണ്ട്. രണ്ടാമത്തെ ടോപ്പിക്ക് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം. സോ ആദ്യത്തെ ടോപ്പിക്ക് വേവ് മോഷനിലേക്ക് കിടക്കുകയാണ്. എന്താ മക്കളെ ഒരു വേവ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് അറിയാം അല്ലേ, സീ വേവ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, സൗണ്ട് വേവ്സ് കേട്ടിട്ടുണ്ട്, അങ്ങനെ കുറേ ടൈപ്പ് വേവുകൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു വേവ് എന്ന് പറയുന്നത് അല്ലേ. ഒരു വേവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുകളിലേക്കും ഇങ്ങനൊരു താഴേക്കും ഒരു ഭാഗം ഉണ്ടാവും. ഇതാണ് ഒരു വേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വേവിന് സഞ്ചരിക്കണമെങ്കിൽ വേവിൻ്റെ മോഷന് എന്ത് വേണം? എനർജി വേണം അല്ലേ. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു കയറ് കെട്ടിയിട്ട് ഞാൻ മുകളിലേക്ക് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം മുകളിലേക്കും താഴേക്കും ഇങ്ങനെ കുറേ വേവ്സ് ഉണ്ടാവും. അപ്പോൾ ഈ വേവ്സ് ഉണ്ടാവാൻ കാരണം എന്താണ്? നമ്മൾ അവിടെ ഒരു എനർജി കൊടുത്തു അല്ലേ. അതായത് ഈ കയറിനെ മുകളിലേക്ക് വലിച്ചില്ലടാ, അപ്പോൾ അവിടെ എന്ത് കൊടുത്തു? ഒരു എനർജി കൊടുത്തു. അപ്പോൾ എനർജി കൊടുത്തപ്പോൾ ഈ കയറ് മുകളിലേക്കും താഴേക്കും ഇങ്ങനെ പോയി. അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? വേവ്സ് എന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഈ കയറ് മുകളിലേക്കും താഴേക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നപ്പോൾ അവിടെ വേവ്സ് ഉണ്ടായി. ഈ വേവ്സിന് വേണ്ടത് എന്തായിരുന്നു? വേവ്സ് ഉണ്ടാക്കാൻ നമ്മൾ കൊടുത്ത സാധനം എനർജി ആയിരുന്നു. ഓക്കെ. അപ്പോൾ എനർജി എന്താ ചെയ്തത്? ആക്ച്വലി ഈ ഒരു വൺ പാർട്ടിൽ നിന്ന് അടുത്ത പാർട്ടുകളിലേക്ക് ഇങ്ങനെ എനർജി ഇങ്ങനെ കൈമാറ്റം ചെയ്ത് പോയി അല്ലേ. ട്രാൻസ്ഫർ ചെയ്ത് എവിടെ വരെ എത്തി? ഈ പറഞ്ഞ അറ്റം വരെ എത്തി. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വേവിന് മോഷൻ ചെയ്യണമെങ്കിൽ എനർജിയുടെ കൈമാറ്റം നടത്തുന്നുണ്ട് അല്ലേ. ട്രാൻസ്ഫർ ഓഫ് എനർജി നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേവ് മോഷൻ എന്നൊരു ചെറിയ ടോപ്പിക്കിൻ്റെ ഡെഫിനിഷൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. വേവ് മോഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എനർജി. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. എനർജിയുടെ ട്രാൻസ്ഫർ ആണ് അല്ലേ. എന്തിൻ്റെ ട്രാൻസ്ഫർ ആണ്? എനർജിയുടെ ട്രാൻസ്ഫർ ആണ്. ഓക്കെ. ഫ്രം വൺ പാർട്ട് ഓഫ് ദ മീഡിയം ടു അതർ പാർട്ട്. ഒരു പാർട്ടിൽ നിന്ന് അടുത്ത പാർട്ടിലേക്കുള്ള എനർജിയുടെ ട്രാൻസ്ഫറിനെയാണ് നമ്മൾ എന്ത് പറയുക? ഈ പറഞ്ഞ വേവ് മോഷൻ എന്ന് പറയുക. അപ്പോൾ വേവ് മോഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലട മക്കളെ, എനർജിയുടെ ട്രാൻസ്ഫർ. എവിടെ നിന്ന് എവിടേക്ക്? ഒരു പാർട്ടിൽ നിന്ന് അടുത്ത പാർട്ടിലേക്ക്. ഓക്കെ. ഒരു ഭാഗത്തു നിന്ന് അടുത്ത ഭാഗത്തേക്കുള്ള എനർജിയുടെ ട്രാൻസ്ഫറിനെയാണ് എന്ത് പറയുക? വേവ് മോഷൻ എന്ന് പറയുക. ഓക്കെ ആണോ? സെറ്റാന്ന് വിചാരിക്കുന്നു. ഇനി അതിൻ്റെ താഴേക്കിടയിൽ നിങ്ങൾക്ക് കാണാം ദ കണ്ടിന്യൂസ് പ്രൊപ്പഗേഷൻ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ടു അതർ പാർട്ട് ത്രൂ ഓസിലേഷൻ. അതായത് ഓസിലേഷൻ വഴി ഒരു ഭാഗത്തു നിന്ന് അടുത്ത ഭാഗത്തേക്കുള്ള കണ്ടിന്യൂസ് എനർജിയുടെ ട്രാൻസ്ഫർ. പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ആയിട്ട് എടുത്താൽ മതി. ഓക്കെ. കണ്ടിന്യൂസ് തുടർച്ചയായിട്ട് ഇങ്ങനെ എനർജി ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? വേവ് മോഷൻ എന്ന് പറയുക. ഓക്കെ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ മുകളിലത്തെ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുന്നതായിരിക്കും നല്ലത്. താഴത്തെയും പഠിച്ചു വെക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ. അപ്പോൾ വേവ് മോഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ഓഫ് ദ മീഡിയം ടു അതർ പാർട്ട്. മീഡിയത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് അടുത്ത ഭാഗത്തേക്കുള്ള എനർജിയുടെ ട്രാൻസ്ഫറിനെയാണ് എന്ത് പറയുക? വേവ് മോഷൻ എന്ന് പറയുക. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ, വേവ് മോഷൻ എന്താണെന്നുള്ളത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി വേവ് മോഷൻ്റെ ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, ഒരു സ്പ്രിങ്ങിൻ്റെ കേസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. സ്പ്രിങ്ങിനെ നിങ്ങൾ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. സ്കൂളുകളിൽ ലാബിൽ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ. അതായത് സ്പ്രിങ്ങിനെ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് അതിനെ ചുരുക്കാൻ പറ്റും അല്ലേ. ഈ ഒരു സ്പ്രിങ്ങിനെ ഇങ്ങനെ ചുരുക്കാനും പറ്റും, അതുപോലെ അതിനെ കുറച്ചും കൂടിയും എന്ത് പറയാൻ പറ്റും? സ്ട്രെച്ച് ചെയ്ത് നിർത്താനും പറ്റും. അപ്പോൾ ഇങ്ങനെ ചുരുക്കിയിട്ട് നമ്മളതിനെ പെട്ടെന്ന് ലീവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം അല്ലേ, അവിടെ എന്തുണ്ടാകും? ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു എനർജി പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ എനർജി ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം നിങ്ങൾക്കറിയാം, ഇതിനകത്ത് എന്തുണ്ട്? കുറേ പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഈ പാർട്ടിക്കിൾസ് ഒക്കെ എന്താ സംഭവിക്കുക? ഈ പാർട്ടിക്കിൾസ് ഒക്കെ ഓരോ പാർട്ടിക്കിളും അവയുടെ എനർജി ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആദ്യത്തെ പാർട്ടിക്കിളിന് കുറച്ച് എനർജി കിട്ടിയാൽ അത് ആർക്ക് ട്രാൻസ്ഫർ ചെയ്യും? രണ്ടാമത്തതിന് ട്രാൻസ്ഫർ ചെയ്യും. രണ്ടാമത്തത് പിന്നെ മൂന്നാമത്തതിന് ട്രാൻസ്ഫർ ചെയ്യും. ഇങ്ങനെയുള്ള എനർജിയുടെ ട്രാൻസ്ഫർ ആണ് ആക്ച്വലി എന്തിന് സഹായിക്കുന്നത്? വേവിൻ്റെ മോഷന് സഹായിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? എടാ, ആദ്യത്തതിന് കുറച്ച് എനർജി കിട്ടിയാൽ അത് ആർക്ക് കൊടുക്കും? രണ്ടാമത്തതിന് കിട്ടും അല്ലേ. രണ്ടാമത്തതിന് കൊടുത്തു കഴിഞ്ഞാൽ അത് മൂന്നാമത്തതിന് ചെറുതായിട്ട് ഷെയർ ചെയ്യും. പിന്നെ ആർക്ക് ഷെയർ ചെയ്യും? നാലാമത്തതിന് ഷെയർ ചെയ്യും. ഇങ്ങനെ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ എനർജിയുടെ ട്രാൻസ്ഫറിനെയാണ് നമ്മൾ എന്ത് പറയുക? വേവ് മോഷൻ എന്ന് പറയുക. പിടികിട്ടിയോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാടധികം കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കുക. സ്പ്രിങ്ങിൻ്റെ കേസ് എസ്പെഷ്യലി അത് വായിച്ച് നോക്കണം. അതുപോലെ നിങ്ങളുടെ സ്കൂളുകളിൽ ലാബ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൂടി കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. നല്ല രസമാണ് ലാബുകളൊക്കെ ചെയ്യാനായിട്ട്. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മൾ കിടക്കുന്നത് അടുത്ത സ്ലൈഡിൽ സം എക്സാമ്പിൾസ് ഓഫ് വേവ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന വേവ്സ്, പലരും സീ വേവ്സ് ഒക്കെ എഴുതി വയ്ക്കും. അതൊന്നും എഴുതരുതേ. വേവ്സ് ഏതൊക്കെയാണ്? റേഡിയോ വേവ്സ്, സീസ്മിക് വേവ്സ്, ലൈറ്റ് വേവ്സ്,
സൗണ്ട് വേവ്സ്. റിപ്പിൾസ് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ. അതെന്താ സാധനം? റിപ്പിൾസ് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ. എടാ കുറച്ച് വെള്ളം എടുക്കുക, വെള്ളത്തിലേക്ക് ഒരു ചെറിയ കല്ലിടുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഓളങ്ങൾ ഉണ്ടാവുന്നു അല്ലേ? ഓളങ്ങൾ ഉണ്ടാകും അല്ലേ? ചെറിയതായിട്ട് ഇങ്ങനെ റിപ്പിൾസ് ഉണ്ടാവും. അതിനാണ് നമ്മൾ എന്ത് പറയുക? റിപ്പിൾസ് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ. അപ്പോൾ ഈ പറഞ്ഞ വേവ്സിനൊക്കെ നമുക്ക് അടുത്തത് എന്താ ചെയ്യേണ്ടത്? മീഡിയം വേണ്ടതും മീഡിയം വേണ്ടാത്തതുമായിട്ട് ക്ലാസിഫൈ ചെയ്യണം അല്ലേ? ഏത് വേവ്സിനാണ് മീഡിയം വേണ്ടത്, ഏതിനാണ് മീഡിയം വേണ്ടാത്തത്. അപ്പോൾ ഞാനിവിടെ എഴുതുകയാണ് റേഡിയോ വേവ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സിഗ്നലുകളൊക്കെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ സിഗ്നലൊക്കെ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ വേവിന് എന്ത് വേണം? മീഡിയം വേണം, മീഡിയം വേണ്ടയോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മീഡിയം വേണ്ട അല്ലെ? മീഡിയം എന്ത് വേണ്ട? വേണ്ട. അപ്പം മീഡിയം എന്ത് വേണ്ട? റേഡിയോ വേവ്സിന് വേണ്ട. കാരണം നിങ്ങൾക്ക് അറിയാം എയർ ഒന്നും ഇല്ലെങ്കിലും എന്ത് ചെയ്യും? ഈ പറഞ്ഞ റേഡിയോ വേവ്സ് അതിലൂടെ പാസ് ചെയ്യും. ഓക്കെ, ഇനി സീസ്മിക് വേവ്സ് ആണെങ്കിലോ സീസ്മിക് തരംഗങ്ങൾക്ക് വേണം, മീഡിയം വേണം കേട്ടോ. ഓക്കെ, ഇനി അതുപോലെ ലൈറ്റ് വേവ്സിന് എന്ത് വേണ്ട? മീഡിയം വേണ്ട. സൗണ്ട് വേവ്സിന് നിങ്ങൾക്ക് അറിയാം ഞാനിപ്പോൾ സംസാരിക്കുന്നതൊക്കെ കേൾക്കുന്നത് എന്തുകൊണ്ടാണ്? എയർ, അതിൻ്റെ ചുറ്റും എയർ ഉള്ളത് കൊണ്ടാണ്. അതുപോലെ നിങ്ങളിപ്പോൾ വർത്തമാനം പറയുന്നത് കേൾക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ചുറ്റും എയർ ഉള്ളത് കൊണ്ട്. അപ്പോൾ എയർ ഒരു മീഡിയം ആണ്, അതുകൊണ്ട് തന്നെ സൗണ്ടിന് ട്രാവൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? മീഡിയം വേണം. ഓക്കെ, ഇനി അടുത്തത് റിപ്പിൾസ് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ. എടാ വെള്ളത്തിൽ റിപ്പിൾസ് ഉണ്ടാവുന്നു, അതിനെന്തായാലും സ്വാഭാവികമായിട്ടും വെള്ളം വേണ്ടേ അല്ലെ? ജലം വേണ്ടേ? അപ്പം അതെന്താണ്? മീഡിയം ആവശ്യമുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെയാണ് മീഡിയം ആവശ്യമുള്ളത്. നിങ്ങളൊന്ന് പറഞ്ഞേ. ഈ പറഞ്ഞ സീസ്മിക് വേവ്സിന് വേണം, അതുപോലെ തന്നെ ആർക്കും വേണം? സൗണ്ട് വേവ്സിന് വേണം, അതുപോലെ തന്നെ റിപ്പിൾസ് ഓൺ ദ സർഫസ് ഓഫ് വാട്ടറിനും എന്ത് വേണം? മീഡിയം വേണം. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ബോക്സ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കംപ്ലീറ്റ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, സീസ്മിക്കും റേഡിയോ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ? യെസ്, എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മക്കളെ മീഡിയം വേണ്ടതും മീഡിയം വേണ്ടാത്തതുമായിട്ടുള്ള വേവ്സിന് നമ്മൾ തരംതിരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ തന്നെ 2 ടൈപ്പ് വേവുകൾ നമുക്ക് പഠിക്കാനുണ്ട്. മീഡിയം വേണ്ട വേവുകൾ നമ്മൾ പറയുന്നത് മെക്കാനിക്കൽ വേവ് എന്നാണ് കേട്ടോ. ഇത് വേണമെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ മുകളിൽ എഴുതി വയ്ക്കാം, മെക്കാനിക്കൽ വേവ്. ഓക്കെ, മീഡിയം വേണ്ടതിന് നമ്മൾ മെക്കാനിക്കൽ വേവ് എന്ന് പറയും. മീഡിയം വേണ്ടാത്തതിന് നമ്മൾ നോൺ മെക്കാനിക്കൽ എന്നും പറയാറുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്നും പറയാറുണ്ട്. എന്ത് പറയാറുണ്ട്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. മീഡിയം വേണ്ടതാണെങ്കിൽ മെക്കാനിക്കൽ വേവ്സ്, മീഡിയം വേണ്ടാത്തതാണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാം. ഈ പറഞ്ഞ ബേസ്ഡ് ഓൺ മീഡിയം 2 ടൈപ്പ് വേവുകളുണ്ട്. ഏതൊക്കെയാണ്? 2 ടൈപ്സ് ഉണ്ട്. ആദ്യത്തെ ടൈപ്പ് മെക്കാനിക്കലാണ്, രണ്ടാമത്തെ ടൈപ്പ് ഏതാണ്? നിങ്ങൾ തന്നെ പറഞ്ഞോ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഈ മെക്കാനിക്കൽ വേവിനെ കുറിച്ചും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ കുറിച്ചും ഒന്ന് പറഞ്ഞുതരാം. മെക്കാനിക്കൽ വേവ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. മെക്കാനിക്കൽ വേവ്സ് ആർ ദോസ് ദാറ്റ് റിക്വയർ എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ. അതാണ് ഇമ്പോർട്ടൻറ്റ്. എന്ത് വേണം? അതിന് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ അല്ലെ ട്രാൻസ്മിഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? മീഡിയം ആവശ്യമുണ്ട്. മെക്കാനിക്കൽ വേവ്സ് ആർ മെയിൻലി ഓഫ് 2 ടൈപ്സ്. 2 ടൈപ്പ് മെക്കാനിക്കൽ വേവുകളുണ്ട്. ലോങ്ങിറ്റ്യൂഡിനൽ വേവും അതുപോലെ തന്നെ ട്രാൻസ്വേഴ്സ് വേവും. ഇതൊന്ന് ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ലോങ്ങിറ്റ്യൂഡിനൽ വേവ് എന്ന് പറഞ്ഞിട്ടൊരു വേവ് ഉണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? ഈ പറഞ്ഞ മെക്കാനിക്കൽ വേവിൽ തന്നെ വരുന്ന ഏതാണ്? ട്രാൻസ്വേഴ്സ് വേവ് ഉണ്ട്. മെക്കാനിക്കലിൽ 2 ഉണ്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ ഉണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്വേഴ്സ് വേവ് ഉണ്ട്. ഇതൊന്ന് നിങ്ങളുടെ മനസ്സിലൊന്ന് ഉറപ്പിച്ച് വെക്കുക. ഓക്കെ, എന്താ മക്കളെ മെക്കാനിക്കൽ വേവ് എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, സിമ്പിളാണ്. മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ ആവശ്യമുണ്ട്? മീഡിയം ആവശ്യമുണ്ട്. ഈ മീഡിയം ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അവർ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയുണ്ട്? ട്രാൻസ്വേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ ഉണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെക്കാനിക്കലിനെ കുറിച്ച് പറഞ്ഞത്. ഓക്കെ ആണല്ലോ? യെസ്. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഞാൻ പറഞ്ഞു. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞാൽ അവയ്ക്ക് എന്താ ആവശ്യമില്ല? മീഡിയം ആവശ്യമില്ല അല്ലേ? ഒരു മാധ്യമവും വേണ്ട, തനിയെ അത് കടന്നു പൊക്കോളും. അപ്പോൾ ഇവിടെ കുറച്ച് വേവ്സ് കൊടുത്തിട്ടുണ്ട്. റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ് റേസ്, ഇൻവിസിബിൾ ലൈറ്റ്, അൾട്രാ വയലറ്റ് റേസ്, എക്സ്റേ, ഗാമ ആർ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഇത് പഠിക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ദേ ഡു നോട്ട് റിക്വയർ എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ. അവയ്ക്ക് എന്താ ആവശ്യമില്ല? ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് മീഡിയം ആവശ്യമില്ല. അപ്പോൾ ഈ വേവ്സ് പഠിക്കാൻ എന്തെങ്കിലും എളുപ്പ വഴിയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് കുട്ടികൾ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പഠിച്ചു വെക്കുന്ന ഒരു രീതി നിങ്ങൾക്ക് പറഞ്ഞുതരാം. GXUV MRI ഈ ഒരു കോഡ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഈ ഒരു കോഡ് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. GXUV MRI. അതിൽ G എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഗാമ, എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്റേ, യു എന്ന് പറഞ്ഞാൽ UV, വി എന്ന് പറഞ്ഞാൽ വിസിബിൾ, എം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളിവിടെ നോക്കൂ, മൈക്രോവേവ്സ് ആണ്. ആർ എന്ന് പറഞ്ഞാൽ റേഡിയോ വേവ്സ് ആണ്. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്രാറെഡ് റേസ് ആണ്. ഓക്കെ, അപ്പോൾ GXUV MRI ഈ ഒരു കോഡ് വെച്ചിട്ടാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇത് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ വേവ്സിൻ്റെ പേര് ഫുള്ള് പഠിച്ചോളൂ കേട്ടോ.
ഓക്കെ, അപ്പോൾ GXUV-MRI ഏതാണ്? GXUV-MRI. ജി എന്ന് പറഞ്ഞ ഗാമ, എക്സ്റേ, UV വിസിബിള്, മൈക്രോ, റേഡിയോ, പിന്നെ ലാസ്റ്റ് വരുന്നത് ആരാണ്? ഇൻഫ്രാറെഡ് റേസ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ കോഡ് വേണ്ടവർ മാത്രം ഫോളോ ചെയ്യുക, വേണ്ടാത്തവർ ജസ്റ്റ് ആ വേർഡ്സ് മാത്രം പഠിച്ച് ആ റേസിൻ്റെ വേർഡ്സ് മാത്രം പഠിച്ച് പോവുക. ഓക്കെ, അപ്പോൾ 2 വേവുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ? ഏതൊക്കെയാണ് 2 വേവ്സ്? ഒന്ന് മെക്കാനിക്കൽ ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഉണ്ട്. മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ മീഡിയം ആവശ്യമുണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ മീഡിയം ആവശ്യമില്ല. ഇതിൽ തന്നെ നമ്മൾ കുറേ ടൈപ്പ് സാധനം പഠിച്ചു, റേഡിയോ പഠിച്ചു അല്ലേ? അതിൻ്റെ കോഡാണ് ഞാനിപ്പോൾ പറഞ്ഞത്, GXUV-MRI. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് കൃത്യമായിട്ട് പഠിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ മെക്കാനിക്കൽ വേവ് തന്നെ ഞാൻ പറഞ്ഞു തന്നു, 2 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തത് ട്രാൻസ്വേഴ്സ് വേവ് ആണ്, രണ്ടാമത്തത് ലോങ്ങിറ്റ്യൂഡിനൽ വേവ് ആണ്. ഓക്കെ, ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ മെക്കാനിക്കൽ വേവ്സിനെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, ട്രാൻസ്വേഴ്സ് വേവ് അതുപോലെ തന്നെ ലോങ്ങിറ്റ്യൂഡിനൽ വേവ്. ഇങ്ങനെ തരംതിരിക്കാൻ കാരണം അതിൽ വരുന്ന പാർട്ടിക്കിൾസിൻ്റെ മോഷനിൽ വ്യത്യാസം വരുന്നതുകൊണ്ടാണ് കേട്ടോ. അതായത് പാർട്ടിക്കിൾസിൻ്റെ മോഷനിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ മെക്കാനിക്കൽ വേവിനെ 2ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത്, ട്രാൻസ്വേഴ്സ് അതുപോലെ തന്നെ ലോങ്ങിറ്റ്യൂഡിനൽ. ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. സോ നമ്മൾ ആദ്യം പഠിക്കുന്നത് ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ട്രാൻസ്വേഴ്സ് വേവിൻ്റെ ഒരു ആക്ടിവിറ്റി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അതായത് മക്കളെ, ഒരു കയറിൽ കെട്ടി തൂക്കിയിട്ട് ഒരു പുള്ളി വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ചെറിയൊരു മാസ് ഇങ്ങനെ താഴേക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്പ്രിങ് വെച്ചിട്ട് ഈ ഒരു അറ്റം കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്പ്രിങ്ങിന് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങളാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്പ്രിങ്ങിന് ഇങ്ങനെ താഴേക്ക് കൊണ്ടുവരും. ഓക്കെ, എന്നിട്ട് പെട്ടെന്ന് അതിനെ റിലീസ് ചെയ്യും, പെട്ടെന്ന് അതിനൊന്ന് വിടും. അപ്പോൾ എന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ട് സ്പ്രിങ് ഇങ്ങനെ മേലേക്ക് വരും, അതിൻ്റെ ഭാഗമായിട്ട് അവരൊരു ഫോഴ്സ് കിട്ടും അല്ലെ? ഫോഴ്സ് കിട്ടുമ്പോൾ എന്താ സംഭവിക്കുക? ഈ പറഞ്ഞ നൂല് എന്ത് ചെയ്യും? മുകളിലേക്കും താഴേക്കും മുകളിലേക്കും താഴേക്കും ഇങ്ങനെ വേവ്സ് ആയിട്ട് പോകും. ഓക്കെ, ഇത്രയും കാര്യം പിടികിട്ടിയോ? യെസ്, പിടികിട്ടി. അപ്പോൾ മുകളിലേക്ക് വേവ്സ് ഉണ്ടാവും, താഴേക്കും വേവ്സ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഒരു വേവ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇവിടെ ക്രസ്റ്റ് ട്രഫ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടാവും. എന്താ ക്രസ്റ്റ്, എന്താ ട്രഫ് പറഞ്ഞുതരാം. ഇതൊരു വേവ് ആണ്. ഓക്കെ, ഇതൊരു വേവിൽ മുകളിലേക്ക് പോയിട്ടുള്ള ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്രസ്റ്റ് എന്ന് പറയും. മുകളിലേക്കുള്ള ഭാഗത്തിന് എന്ത് പറയും? ക്രസ്റ്റ് എന്ന് പറയും. ഇനി താഴേക്കുള്ള ഭാഗത്തിന് നമ്മൾ എന്ത് പറയും? ട്രഫ് എന്ന് പറയും കേട്ടോ. ഇതൊന്ന് ഓർത്ത് വെക്കണം. മുകളിലേക്കുള്ളതിനെ ക്രസ്റ്റ് എന്നും താഴേക്കുള്ളതിനെ ട്രഫ് എന്നും പറയും. മുകളിലേക്കുള്ളതിനെ ക്രസ്റ്റ്, താഴേക്കുള്ളതിനെ ട്രഫ് എന്നും പറയും. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, ക്രസ്റ്റും ട്രഫും. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ക്രസ്റ്റും ട്രഫും, മുകളിലേക്കുള്ളത് ക്രസ്റ്റ്, താഴേക്കുള്ളത് ട്രഫ്. ഇത്രയാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ചോദിക്കുകയാണ്, ഇവിടെ വേവ് ഉണ്ടാകുന്ന സമയത്ത് വേവ് എവിടേക്കാണ് മക്കളെ ട്രാവൽ ചെയ്യുന്നത്? ഈ സ്പ്രിങ്ങിൻ്റെ അവിടെ നിന്ന് ഏത് സൈഡിലേക്കാണ്? പുള്ളിയുടെ സൈഡിലേക്കല്ലേ ട്രാവൽ ചെയ്യുന്നത്? യെസ്, അതെ. ഇവിടെ നോക്കൂ, സ്പ്രിങ്ങിൻ്റെ അവിടെ നിന്ന് എവിടേക്ക് ട്രാവൽ ചെയ്തുകൂടാ? ഈ പറഞ്ഞ പുള്ളിയുടെ അവിടേക്ക് ട്രാവൽ ചെയ്തു. ഇങ്ങനെയാണ്. അതായത് ഇതിൻ്റെ മോഷൻ, അതായത് വേവ് പോകുന്നത് ഈ പറഞ്ഞ റൈറ്റ് ഡയറക്ഷനിലേക്കാണ്. പക്ഷേ ഈ പറഞ്ഞ കയറിൻ്റെ പാർട്ടിക്കിൾസ് നമ്മൾ നോക്കുന്ന സമയത്ത്, പാർട്ടിക്കിൾസ് മക്കളെ നോക്കിയടാ, പാർട്ടിക്കിൾസ് ഞാനൊന്ന് ചെറുതാക്കുകയാണ്. എന്താ പാർട്ടിക്കിൾസ്? ഇതാണ് പാർട്ടിക്കിൾസ് അല്ലേ? അപ്പോൾ പാർട്ടിക്കിൾസ് എന്താ ചെയ്യണത്? പാർട്ടിക്കിൾസ് മുകളിലേക്കാണ് പോകുന്നത്. എന്താ പറഞ്ഞത്? കയറിൻ്റെ പാർട്ടിക്കിൾസ് ഇല്ലേ? കയറിൽ കുറച്ച് പാർട്ടിക്കിൾസ് ഉണ്ടാവുമല്ലോ. ആ പാർട്ടിക്കിൾസ് എവിടേക്കാണ് പോവുക? മുകളിലേക്ക്. മുകളിലേക്ക് പോകാൻ കാരണം എന്താ? ഈ പറഞ്ഞ വേവ്സ് മുകളിലേക്കാണ് പോണേ അല്ലേ? വേവ്സ് മുകളിലേക്കാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് എവിടേക്ക് എത്തി? മുകളിലേക്ക് എത്തി. അപ്പോൾ പാർട്ടിക്കിൾസ് മുകളിലേക്ക് പോയി, പക്ഷേ വേവ് എവിടേക്കാണ് പോയത്? വേവ് ഇങ്ങനെ നീങ്ങി പോവാണ് അല്ലേ? അപ്പോൾ വേവ് എവിടേക്കാണ് പോകുന്നത്? ഇങ്ങനെ റൈറ്റിലേക്ക് നീങ്ങി പോവാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പാർട്ടിക്കിൾസ് മുകളിലേക്ക്, പക്ഷേ വേവ് പോകുന്നത് റൈറ്റിലേക്ക്. അപ്പോൾ ഇവ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? യെസ്, ഉറപ്പായിട്ടും പറയാൻ പറ്റും. ഏതാണ്? 90 ഡിഗ്രിയാണ്. അഥവാ നമ്മൾ പെർപെൻഡിക്കുലർ എന്ന് നമ്മൾ പറയൂ അല്ലേ? ഓക്കെ, പെർപെൻഡിക്കുലർ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് 90 ഡിഗ്രി അഥവാ പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ നമുക്ക് ട്രാൻസ്വേഴ്സ് വേവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം മക്കളെ. ട്രാൻസ്വേഴ്സ് വേവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: വെൻ ദ പാർട്ടിക്കിൾസ് ഓഫ് എ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. അതായത് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുക, വേവ് പോകുന്ന ഡയറക്ഷൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ട്രാൻസ്വേഴ്സ് വേവ്. മനസ്സിലായോ? ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം? ഒന്നുകൂടി പറഞ്ഞുതരാം. വേവ് പോകുന്നത് ഈ ഡയറക്ഷനിലാണ്, പക്ഷെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ വേവിന് നമ്മൾ പറയുന്ന പേര് ട്രാൻസ്വേഴ്സ് വേവ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അതായത് ഒരു കയർ കെട്ടിയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാണ്? ഒരു ചുമരിൽ കയർ കെട്ടിയിട്ട് ഇങ്ങനെ ആക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ നോക്കിയാടാ, എന്താ സംഭവിക്കുക? പാർട്ടിക്കിൾസ് മുകളിലേക്കാണ് പോകുന്നത്, പക്ഷേ വേവ് എവിടേക്കാണ് പോകുന്നത്? റൈറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് ഈ വേവ്സിന് നമ്മൾ പറയുന്ന പേര് ഏതാണ്? ട്രാൻസ്വേഴ്സ് വേവ്സ് എന്നാണ് കേട്ടോ പറയാം. എന്ത് പറയും? ട്രാൻസ്വേഴ്സ് വേവ്സ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു യെല്ലോ ബോക്സ് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ട്രാൻസ്വേഴ്സ് വേവ് എന്നത്?
ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലോഞ്ചിറ്റ്യൂണൽ വേവ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നിങ്ങൾ നോക്കണം, ലോഞ്ചിറ്റ്യൂണൽ വേവ് എന്ന് പറഞ്ഞാൽ യെല്ലോ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് ആർ ദോസ് ഇൻ വിച്ച് ദ പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. അതായത് വേവ് ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഡയറക്ഷൻ്റെ പാരലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, വൈബ്രേഷൻ സംഭവിക്കുന്നതെങ്കിൽ ആ വേവുകൾ നമ്മൾ പറയുന്നത് ലോഞ്ചിറ്റ്യൂണൽ വേവ് എന്നാണ്. അതായത് മക്കളെ ഇവിടെ മനസ്സിലാക്കുക, ഇവിടെ നമ്മുടെ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണെന്ന് വിചാരിക്കുക, ഈ ഡയറക്ഷനിലാണ്. പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത് റൈറ്റിലേക്കാണ്, നമ്മുടെ വേവും പോകുന്നത് എവിടേക്ക് തന്നെയാണ്, റൈറ്റിലേക്കാണ്. അപ്പോൾ രണ്ടും എന്തായി, പാരലായി അല്ലേ? അപ്പോൾ ഈ രണ്ട് സാധനങ്ങളും പാരലാണ്. ഏത്, പാർട്ടിക്കിൾസ് പോകുന്നതും പാരലാണ്, വേവ് പോകുന്നതും പാരലാണ്. അപ്പോൾ അത്തരം വേവുകൾ നമ്മൾ പറയുന്ന പേര് എന്താണ്, ലോങ്ങിറ്റ്യൂഡനൽ വേവ് എന്നാണ്. പിടികിട്ടിയോ? യെസ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഈ പറഞ്ഞ ലോഞ്ചിറ്റ്യൂഡനൽ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലായിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഒരു ട്യൂണിംഗ് ഫോർക്ക് എടുത്ത് കൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇവിടെ ഹൈ പ്രഷറുള്ള ഏരിയ ഉണ്ടാവും, ലോ പ്രഷറുള്ള ഏരിയ ഉണ്ടാവും, ഹൈ പ്രഷറുള്ള ഏരിയ ഉണ്ടാവും, ലോ പ്രഷറുള്ള ഏരിയ ഉണ്ടാവും. ഇങ്ങനെയായിരിക്കും സൗണ്ട് കടന്നു പോകുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങളിവിടെ നോക്കിയേ, ഈ ഹൈ പ്രഷറുള്ള ഏരിയനെ നമ്മൾ പറയുന്ന പേര് കംപ്രഷനുകൾ എന്നാണ്. ഓക്കെ, ട്യൂണിംഗ് ഫോർക്ക് നമ്മൾ സൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഹൈ പ്രഷറുള്ള ഏരിയ ഉണ്ടാവും, അതുപോലെ ലോ പ്രഷറുള്ള ഏരിയ ഉണ്ടാവും, പിന്നെ ഹൈ പ്രഷറുള്ള ഏരിയ ഉണ്ടാവും, ലോ പ്രഷറുള്ള ഏരിയ ഉണ്ടാവും, ഹൈ പ്രഷർ ലോ പ്രഷർ, ഹൈ പ്രഷർ ലോ പ്രഷർ. അപ്പോൾ ഹൈ പ്രഷറുള്ള ഏരിയനെ നമ്മൾ പറയുന്നത് കംപ്രഷൻ എന്നാണ്, ലോ പ്രഷറുള്ള ഏരിയനെ നമ്മൾ പറയുന്നത് റയർഫാക്ഷൻ എന്നാണ് കേട്ടോ. ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതാണ് ഈ ഒരു സ്ലൈഡിൽ ഞാൻ കൊടുത്തിരിക്കുന്നത്. നോക്ക്, എ റീജിയൻ ഓഫ് ഹൈ പ്രഷർ ഈസ് ക്രിയേറ്റഡ് വെർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എയർ മോളിക്യൂൾ ഡിക്രീസസ്. സച്ച് റീജിയൻസ് ആർ കോൾഡ് കംപ്രഷൻ. എന്താ കംപ്രഷൻ എന്ന് പറഞ്ഞാൽ, ഹൈ പ്രഷറുള്ള ഏരിയകളെയാണ് നമ്മൾ എന്ത് പറയുക, കംപ്രഷനുകൾ എന്ന് പറയുക. അതുപോലെ തന്നെ ലോ പ്രഷറുള്ള ഏരിയനെ നമ്മൾ എന്ത് പറയും, റയർഫാക്ഷൻ എന്ന് പറയും. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലൊന്ന് കൊണ്ടുവയ്ക്കണം. ഹൈ പ്രഷറുള്ള ഏരിയനെ നമ്മൾ എന്ത് പറയും, ഹൈ പ്രഷറുള്ള ഏരിയനെ കംപ്രഷൻ എന്ന് പറയും, ലോ പ്രഷറുള്ള ഏരിയനെ റയർഫാക്ഷൻ എന്ന് പറയും. ഇത്ര കാര്യങ്ങളാണ് നിങ്ങൾ ഇതിൽ മനസ്സിലാക്കി വെക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ കംപ്രഷനും റയർഫാക്ഷനും ഏതിലാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറയാം, ലോങ്ങിറ്റ്യൂഡനൽ വേവിലാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. രണ്ടും എന്ത് ചെയ്യുന്നു, സെയിം പാരലായിട്ട് തന്നെയാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അത് ലോങ്ങിറ്റ്യൂഡനൽ വേവ് ആണ്. ഈ ലോങ്ങിറ്റ്യൂഡനൽ വേവിലാണ് കംപ്രഷൻസും അതുപോലെ തന്നെ റയർഫാക്ഷൻസും വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ 1, 2, 3 തവണ ഇത് കാണണം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ട്രാൻസ്വേഴ്സും അതുപോലെ തന്നെ ലോങ്ങിറ്റ്യൂഡനലും. ഓക്കെ, ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു വരി കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആർ ട്രാൻസ്വേഴ്സ് വേവ്. അതെങ്ങനെയാണ്? നമ്മൾ ഓൾറെഡി പഠിച്ചില്ല ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഇനി അതിനെങ്ങനെയാണ് ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയാൻ കാരണം? പറഞ്ഞുതരാം. അതായത് മക്കളെ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡിനെ ബി എന്നാണ് സൂചിപ്പിക്കുക കേട്ടോ, എം എന്നല്ല, ബി എന്നാണ് സൂചിപ്പിക്കുക. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുകളിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, റൈറ്റിലേക്ക് എന്തുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. പക്ഷേ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പോകുന്നത് ഈ ഡയറക്ഷനിലാണ്. അതായത് മനസ്സിലാക്കേണ്ട കാര്യം, ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ ഇലക്ട്രിക് ഫീൽഡ് എക്സിലുണ്ടെങ്കിൽ ബി എന്ന് പറയുന്നത് എന്താണ്, വൈയിലാണെങ്കിൽ മറ്റേത് എന്തിലായിരിക്കും വേവ് പോകുന്നത്, ഇസഡിലായിരിക്കും. ഓക്കെ, അപ്പോൾ എക്സ് വൈ ഇസഡ് എന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഇത് മൂന്നും എന്താണ്, ഏത് ഡയറക്ഷനിലാണ്, പെർപെൻഡിക്കുലർ ആണ് അല്ലെ? മൂന്നും എന്താണ്, പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ മൂന്നും 90 ഡിഗ്രിയിലാണ് അല്ലെ? ഇതും 90 ഡിഗ്രി, ഇതും 90 ഡിഗ്രി, അതുപോലെ ഇതും എന്താണ്, 90 ഡിഗ്രി. അപ്പോൾ മൂന്നും പെർപെൻഡിക്കുലറിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾ നമുക്ക് എന്ത് പറയാം, യെസ്, ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയാം. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്താണെന്ന് പറയാം, ട്രാൻസ്വേഴ്സ് വേവ് ആണെന്ന് പറയാം. അതിന് പിന്നിലുള്ള കോൺസെപ്റ്റ് ഇതാണ്, മൂന്നും എന്താണ്, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. മൂന്നും പെർപെൻഡിക്കുലർ ആയതുകൊണ്ടാണ് ട്രാൻസ്വേഴ്സ് വേവ് ആവാൻ കാരണം. ഓക്കെ, അതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഈ രണ്ട് വേവ്സിനെ കുറിച്ച് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, ട്രാൻസ്വേഴ്സ് വേവ് അതുപോലെ തന്നെ ലോങ്ങിറ്റ്യൂഡനൽ വേവ്. ഓക്കെ, ഇനി അടുത്തത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് പോയിന്റ്സ് നൽകിയിട്ടുണ്ട്. അതിനെ ലോങ്ങിറ്റ്യൂഡനൽ ആയിട്ടും ട്രാൻസ്വേഴ്സ് ആയിട്ടും ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ, പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. അവിടെ നിങ്ങൾ ഏത് വാക്ക് കാണുന്നുണ്ട്, പെർപെൻഡിക്കുലർ എന്ന് കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്കറിയാം ഏത് വേവ് ആണ്, ട്രാൻസ്വേഴ്സ് വേവ് ആണ് അല്ലേ? ട്രാൻസ്വേഴ്സ് വേവ്. അപ്പോൾ ട്രാൻസ്വേഴ്സ് എന്ന് എഴുതി വെക്കുക അവിടെ സൈഡിൽ. ഇനി അതുപോലെ നമ്മൾ പഠിച്ചു കംപ്രഷൻസും റയർഫാക്ഷൻസും. ഇത് പഠിച്ചു വെച്ചോണേ. കംപ്രഷൻസ് എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷർ ഏരിയ, റയർഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ലോ പ്രഷർ ഏരിയ. അപ്പോൾ ഇത് രണ്ടും കാണപ്പെടുന്നത് ഏത് ടൈപ്പ് വേവിലാണ്, ലോങ്ങിറ്റ്യൂഡനൽ വേവ്സിലാണ് അല്ലേ? അപ്പോൾ ലോങ്ങിറ്റ്യൂഡനൽ വേവ്സിൽ കംപ്രഷൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ റയർഫാക്ഷൻസ് ഉണ്ടാവും.
ഇനി അടുത്ത പ്രഷർ വേരിയേഷൻ ഒക്കർ ഇൻ ദ മീഡിയം. നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ, ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സിൽ എന്തുണ്ടെന്ന് പറഞ്ഞു, ഇവിടെ പ്രഷർ ഡിഫറൻസ് ഉണ്ട് അല്ലേ. ഹൈ പ്രഷർ ഏരിയ ഉണ്ട്, ലോ പ്രഷർ ഏരിയ ഉണ്ട്, ഹൈ പ്രഷർ ഏരിയ ഉണ്ട്, ലോ പ്രഷർ ഏരിയ ഉണ്ട്. അപ്പോൾ പ്രഷർ ഡിഫറൻസ് ഉണ്ടാവുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എവിടെ തന്നെയാണ്, ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സിൽ തന്നെയാണ്. ഇനി അടുത്തത് നമ്മൾ പഠിച്ചു ക്രസ്റ്റുകൾ ഉണ്ടാകും, ട്രഫുകൾ ഉണ്ടാകും. അതെവിടെയാണ് പഠിച്ചത്, ട്രാൻസ്വേഴ്സിലല്ലേ നമ്മൾ പഠിച്ചത്. യെസ്, ട്രാൻസ്വേഴ്സ് വേവിൽ പഠിച്ചു. ട്രാൻസ്വേഴ്സ് വേവിൽ ക്രസ്റ്റുകൾ ഉണ്ടാകും, ട്രഫുകൾ ഉണ്ടാകും. ഇനി അതുപോലെ തന്നെ ഇനി അടുത്ത പോയിന്റ് വായിക്കുമ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടും. പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പാരലൽ. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. പാരലൽ ആണെങ്കിൽ അത് എന്തായിരിക്കും, ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സ് ആയിരിക്കും. അപ്പോൾ അടുത്ത പോയിന്റ് എന്താണ്, ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സ് ആണെന്ന് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലായി. അപ്പോൾ ആ വേർഡ്സേ നിങ്ങൾ എന്ത് ചെയ്യണ്ടു, ഒന്ന് നോട്ട് ചെയ്ത് വെക്കണ്ടു. പാരലൽ ആണെങ്കിൽ ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സ് ആയിരിക്കും. ഇനി അടുത്തത് പ്രഷർ ഡിഫറൻസ് ഇല്ല എന്നാണ് പറയുന്നത്. നോ പ്രഷർ വേരിയേഷൻ ഒക്കർ ഇൻ ദ മീഡിയം. സ്വാഭാവികമായിട്ടും അത് ഏതായിരിക്കും, ട്രാൻസ്വേഴ്സ് വേവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ലോങ്ങിറ്റ്യൂഡിനലിൻ്റെ പോയിന്റ്സും ട്രാൻസ്വേഴ്സിൻ്റെ പോയിന്റ്സും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ബോക്സിൽ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അത് എഴുതി കൊടുക്കണം. ഈ പറഞ്ഞ പോയിന്റ്സ് കൃത്യമായിട്ട് ക്ലാസിഫൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ഈ ഒരു വീഡിയോയിൽ. നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ആദ്യം നമ്മൾ വേവ് മോഷനെ കുറിച്ച് പറഞ്ഞു അല്ലേ. വേവ് മോഷൻ എന്താണെന്ന് പറഞ്ഞു, അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു മീഡിയം ആവശ്യമുള്ളതുണ്ട്, മീഡിയം ആവശ്യമില്ലാത്തതുണ്ട്. ആ ടൈപ്പ് വേവ്സിന് നമ്മൾ തരംതിരിച്ചത് ഒന്ന് മെക്കാനിക്കൽ വേവ്, മറ്റേത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഇങ്ങനെ രണ്ടായിട്ടാണ് തരംതിരിച്ചത്. ഈ മെക്കാനിക്കൽ വേവിൽ എന്ത് ആവശ്യമുണ്ട്, മീഡിയം ആവശ്യമുണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് വേവിൽ എന്ത് ആവശ്യമില്ല, മീഡിയം ആവശ്യമില്ല. ഇനി ഈ മെക്കാനിക്കൽ വേവിനെ നമ്മൾ പഠിച്ചു, രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെ ടൈപ്പാടാ, നിങ്ങൾ തന്നെ വേഗം പറഞ്ഞ, വീഡിയോ ഫുള്ള് കണ്ടതല്ലേ നിങ്ങൾ. യെസ്, ഏതൊക്കെയാണ്, ട്രാൻസ്വേഴ്സ് വേവ് ഉണ്ട്, അതുപോലെ തന്നെ ഇതുണ്ട് ലോങ്ങിറ്റ്യൂഡിനൽ വേവ് ഉണ്ട്. ഇവയുടെ പ്രത്യേകത എന്താണ്, ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലേ. അതായത് രണ്ടിൻ്റെയും ഡയറക്ഷൻ അല്ലേ, പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നതും വേവ് പോകുന്നതും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇനി ലോങ്ങിറ്റ്യൂഡിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ രണ്ടിൻ്റെയും ഡയറക്ഷൻ എന്തായിരിക്കും, പാരലൽ ആയിരിക്കും. ഓക്കെ, ഇതുപോലെ നമ്മൾ പഠിച്ച കാര്യമാണ്. ട്രാൻസ്വേഴ്സിലാണെങ്കിൽ ക്രസ്റ്റുകൾ ഉണ്ടാകും, അതുപോലെ തന്നെ ട്രഫുകളും ഉണ്ടാവും. മറ്റേതിലാണെങ്കിൽ ഏതൊക്കെ ഉണ്ടാവുക, കംപ്രഷൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ റയർ ഫാക്ഷൻസ് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോ കണ്ടതിലൂടെ നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം. ഇനി അഥവാ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ 1, 2, 3 തവണ ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടൈപ്പ് വേവുകൾ. ഇനി അതുപോലെ തന്നെ ഞാനൊരു കോഡും പറഞ്ഞു തന്നിരുന്നു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ. ഏതൊക്കെയായിരുന്നു, GXUV MRI. ഓക്കെ, ഇത് ഞാൻ പഠിച്ചു വെക്കുന്ന രീതിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും കോഡുകളൊക്കെ ഉണ്ടാക്കാം. സോ അതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ്. നിങ്ങൾക്കിത് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ കോഡ് വെച്ച് പഠിക്കാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചത്. മനസ്സിലാവാത്തവർ ഞാൻ വീണ്ടും പറയാണ്, കുറേ തവണ പറഞ്ഞു തന്നിട്ടുണ്ട്, എങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, സോ അടിപൊളിയായിട്ട് ആദ്യമേ തന്നെ നമ്മൾ നല്ലപോലെ പഠിച്ചു പോയാൽ മാത്രമേ നമുക്ക് A+ ഉറപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. ഇതുപോലെ തന്നെ ഫിസിക്സ് പോലെ തന്നെ എല്ലാ സബ്ജക്റ്റുകളും കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ച് മുമ്പോട്ട് പോവുക. ഓക്കെ, സോ 4ാമത്തെ ഭാഗമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് കാണാം. സോ താങ്ക് യു, ബൈ.